നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദിവസം ആയിക്കോട്ടെ എന്നോർത്ത് അലാം 2 പ്രാവശ്യമേ സ്നൂസ് ചെയ്തുള്ളൂ ഇന്ന്. എണീറ്റ പാടെ കടുപ്പത്തിലൊരു ചായ കുടിച്ച് തുടങ്ങാന്ന് കരുതിയപ്പോ തന്നെ ദിവസത്തിലെ ആദ്യത്തെ പണി കിട്ടി. പാൽ ഫ്രീസറിൽ നിന്ന് മാറ്റിയില്ലായിരുന്നു. പിന്നെ അതെടുത്ത് വെള്ളത്തിലാക്കി ചോറ് വെച്ചുകൊണ്ട് ദിവസം തുടങ്ങാന്ന് വെച്ചു. ഓരോ വീക്ക് ഓരോ റുട്ടീൻ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച ഫുൾ എണീറ്റത് ലേറ്റ് ആയതുകൊണ്ട് ഒരു ഓടടാ ഓട്ടോ ആയിരുന്നു. അതിന് മുന്നത്തെ വീക്കാണെങ്കിൽ നേരത്തെ എണീറ്റ് ആദ്യം തന്നെ ഡീറ്റോക്സ് ഡ്രിങ്ക് ഒക്കെ കുടിച്ചായിരുന്നു തുടക്കം. എന്ത് പറയാനാണേ, ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് എക്സ്പെരിമെന്റ്സ് എന്നാണല്ലോ. അതിപ്പോ അക്ഷരാർത്ഥത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാല് കുറച്ച് അൺഫ്രീസ് ആയി കിട്ടി. കഷ്ടിച്ച് ഒരു ഗ്ലാസ് കിട്ടി. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി പിന്നെ അത്രേ വേണ്ടു. ദിവസത്തിൽ ഒരു ചായ, അതാണ് എന്റെ രീതി. പിന്നെ ടയേർഡ് ആകുന്ന ഡേയ്സ് അല്ലേല് എന്റെ ഇഷ്ട വിഭവങ്ങളായ മുളക് ബജി, ഉള്ളിവട തുടങ്ങി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരവും ഒരു ചായ കുടിക്കും. അത്ര തന്നെ. ചായയും ചോറും അങ്ങനെ സ്റ്റൗവിലിരുന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് സുഹൃത്തുക്കളെ. ഇതിനിടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണമെന്നുള്ള ആലോചനയായിട്ട് ഞാൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. അത് മാത്രല്ല, ഞാൻ മനസ്സിലൊരു കുഞ്ഞു ടു ഡു ലിസ്റ്റ് കൂടി ഉണ്ടാക്കുമായിരുന്നു. ആഫ്റ്റർ ഓൾ ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കണം എന്നാണല്ലോ നമ്മുടെ അജണ്ട. ഈ കുക്കിംഗ് പരിപാടിയൊക്കെ തീർത്താലേ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാനും പറ്റും. ചില ദിവസങ്ങളിൽ ചായ കുടിച്ചിട്ട് ഫോണും കൊണ്ട് ഒരു ഇരിപ്പുണ്ട്. പക്ഷെ ഇന്ന് ഞാനൊരു പുതിയ രേഷ്മയാകാനുള്ള തത്രപ്പാടിലായതുകൊണ്ട് ചായ കുടിച്ചതും എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോയി. ഷടപടേന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലല്ലോ, നീണ്ട ആലോചനയ്ക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണമെന്ന് തീരുമാനിച്ചു. വേംസിലി ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഉറപ്പിച്ചു. അങ്ങനെ എല്ലാം പിന്നെ ഷടപടേന്ന് ആയിക്കോട്ടെ എന്ന് വെച്ച് സ്പീഡ് അങ്ങ് കൂട്ടി. അപ്പൊ ദിവസത്തിന്റെ തുടക്കം കൊള്ളാം. ഇതുപോലെ രാത്രി വരെ പോട്ടെ, ഒരു സന്ധ്യ വരെയെങ്കിലും പോയാൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും.